ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഒരുപക്ഷെ വിശുദ്ധ ഗ്രന്ഥത്തിലെ ഉപമകളിൽ ഏറ്റവും പ്രസിദ്ധമായ സമരിയാക്കാരൻ്റെ ഉപമയാണ് ഇന്ന് നമ്മുടെ ധ്യാന വിഷയം. യേശുവിൻ്റെ ഉപമകളെ ഒന്ന് സൂക്ഷിച്ച് വീക്ഷിച്ചാൽ സത്യത്തിൽ അവ വെളിപ്പെടുത്തുന്നത് വെറുമൊരു ധാർമ്മിക പാഠം മാത്രമല്ല, മറിച്ച് യേശുവിനെ തന്നെയാണ്. ഈ ഉപമ ആരംഭിക്കുന്നത് നോക്കുക. ഒരുവൻ ജെറുസലേമിൽ നിന്ന് ജെറീക്കോയിലേക്ക് പോവുകയാണ്. ജെറുസലേമിൽ നിന്ന് ജെറീക്കോയിലേക്ക്. ജെറുസലേം വിശുദ്ധ നഗരമാണ്. ദൈവീകതയുടെയും ദൈവിക സാമീപ്യത്തിൻ്റെയും ആത്മീയ പൂർണ്ണതയുടെയും അടയാളം. ഭൂമിശാസ്ത്രപരമായി നോക്കിയാൽ പോലും ജെറുസലേം സമുദ്രനിരപ്പിൽ നിന്ന് 754 മീറ്റർ ഉയരമുള്ള നഗരമാണ്. അതേസമയം ജെറീക്കോ സമുദ്രനിരപ്പിൽ നിന്ന് 258 മീറ്റർ താഴ്ന്ന നഗരവും. അങ്ങനെയെങ്കിൽ ജെറുസലേമിൽ നിന്ന് ജെറീക്കോയിലേക്കുള്ള യാത്ര മനുഷ്യന്റെ പതനത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതെ, ജെറീക്കോ പാപത്തിന്റെ താഴ്വാരമാണ്. അതുകൊണ്ട് ഒരു മനുഷ്യൻ ജെറുസലേമിൽ നിന്ന് ജെറീക്കോയിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ ദൈവ സൗഹൃദത്തിന്റെ ഔന്നത്യത്തിൽ നിന്ന് പാപം മൂലം ജെറീക്കോയുടെ ആഴത്തിലേക്ക് നിപതിച്ചു എന്നാണ് അർത്ഥം. മാനവകുലത്തിന്റെയും നമ്മുടെ ഓരോരുത്തരുടെയും വീഴ്ചയെയാണ് സൂചിപ്പിക്കുന്നത്. എന്നിട്ട് കേൾക്കുന്നത്, അവൻ കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ടു, അവർ അവന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്ത് അവനെ പ്രഹരിച്ച് അർത്ഥപ്രാണനാക്കിയിട്ട് പൊയ്ക്കളഞ്ഞു എന്നാണ്. എന്താണ് നമ്മിൽ നിന്ന് കവർച്ച ചെയ്യപ്പെടാനുണ്ടായിരുന്നത്? ദൈവവുമായുള്ള സൗഹൃദം. പാപം ദൈവവുമായുള്ള സൗഹൃദം കവർന്നെടുക്കുന്നു. ആദത്തിന് സംഭവിച്ചത് നോക്കുക. ദൈവവുമായുള്ള സൗഹൃദത്തിന് വിള്ളൽ വീഴുന്നു. അവന്റെ ചിന്തകളെയും അഭിനിവേശങ്ങളെയും നിയന്ത്രിക്കാൻ പോലും കഴിയാതെ ബലഹീനനാകുന്നു. അവൻ നഗ്നനാണെന്ന് തിരിച്ചറിയുന്നു. അതെ, പാപം ദൈവത്തിന്റെ സൗഹൃദം കവർച്ച ചെയ്യുമ്പോൾ നമ്മിലെ വിശുദ്ധിയുടെയും ദൈവിക സംരക്ഷണത്തിന്റെയും വസ്ത്രം ഉരിഞ്ഞു മാറ്റപ്പെടുകയാണ്. ആദത്തിനും നഗ്നത തോന്നിയത് ആദി പാപത്തോടു കൂടിയാണ്. വീണ്ടും പാപം മനുഷ്യനെ കൊണ്ടെത്തിക്കുന്നത് അർത്ഥ പ്രാണനിലേക്കാണ്. ജീവനുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ജീവനുണ്ട്, എന്നാൽ മരിച്ചവനെ പോലെയാണ്. ഒരു പാപി ജീവിച്ചിരിക്കുന്നുവെങ്കിലും യഥാർത്ഥത്തിൽ മരിച്ചവനെ പോലെയാണ്. അതേ അവസ്ഥയിൽ തുടർന്നാൽ അത് മാരകമാകുമെന്നത് എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ. അതിനുശേഷം എന്താണ് സംഭവിച്ചത്? ഒരു പുരോഹിതനും ഒരു ലേവായനും അതിലേക്ക് കടന്നുപോയി. ഇതിനു പിന്നിലെ ധാർമ്മികമായ അർത്ഥം നമുക്കറിയാം. ആവശ്യമുള്ള ഒരാളെ കാണുമ്പോൾ നമ്മൾ അതാരാണെന്നോ എവിടേക്ക് പോകുന്നെന്നോ നോക്കാതെ അദ്ദേഹത്തിന്റെ ആവശ്യം കണ്ടറിഞ്ഞ് പ്രതികരിക്കേണ്ടതുണ്ട്. ഈ ഒരു ധാർമ്മിക അർത്ഥത്തിനുമപ്പുറം ഈ പുരോഹിതനും ലേവായനും ഒരു പ്രതീകമാണ്. ഇരുവരും പൗരോഹിത്യവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. ഇസ്രായേലിൽ പുരോഹിതൻ എന്ന് പറഞ്ഞാൽ അവൻ ലേവി ഗോത്രത്തിൽപ്പെട്ടവനാണെങ്കിലും സ്പഷ്ടമായി പറഞ്ഞാൽ അവൻ അഹറോന്റെ കുടുംബത്തിൽപ്പെട്ടയാളാണ്. ലേവായൻ എന്ന് പറയുമ്പോൾ അഹറോന്റെ കുടുംബത്തിൽപ്പെടാത്ത മറ്റ് ലേവി ഗോത്രജനുമാണ്. ഇവർ പുരോഹിതരെ സഹായിക്കുന്നവരായിരുന്നു. ഇരുവരും പൗരോഹിത്യവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതിനാൽ തന്നെ ഇവർ അക്കാലത്തെ മതങ്ങളുടെ പ്രതീകമാണെന്ന് പറയാം. ശ്രദ്ധിക്കുക, അവരുടെ യാത്രയും ഈ മനുഷ്യൻ്റേതുപോലെയാണ്, ജെറൂസലേമിൽ നിന്ന് ജെറീക്കോയിലേക്ക്. വീണുപോയ മതങ്ങളുടെ പ്രതീകമാണ്. അവയ്ക്ക് മനുഷ്യനെ രക്ഷിക്കാൻ കഴിവില്ല. രക്തത്തെയോ ശവശരീരത്തെയോ സ്പർശിച്ചാൽ അശുദ്ധി ഉണ്ടാകുമെന്നും മറ്റുമുള്ള മനുഷ്യനെ തരം താഴ്ത്തുന്ന, കേവലം മതാനുഷ്ഠാനങ്ങൾ മാത്രം ലക്ഷ്യം വയ്ക്കുന്ന, അശുദ്ധി കൽപ്പിച്ച് മനുഷ്യനെ മാറ്റി നിർത്തുന്ന, അടിമയാക്കുന്ന, സ്വയം ശരിയെന്ന് കരുതുന്ന സ്വാർത്ഥ മതങ്ങളുടെ ആവിഷ്കാരമാണിത്. അവയ്ക്ക് മനുഷ്യനെ രക്ഷിക്കാൻ കഴിവില്ല. കൽപ്പിത കഥകളുടെയും ആരോ എഴുതിയ നിയമത്തിന്റെയും പുറകിൽ കടിച്ചു തൂങ്ങി മനുഷ്യൻ ജീവിക്കുന്ന യഥാർത്ഥ സാഹചര്യത്തിൽ നിന്ന് മാറി പഴമയിൽ തന്നെ ജീവിക്കാൻ കൽപ്പിക്കുന്ന മതങ്ങൾ. എന്നാൽ പിന്നീട് സംഭവിക്കുന്നത് നോക്കുക. ഒരു സമരിയാക്കാരൻ തന്റെ യാത്രാമധ്യേ അവൻ കിടന്ന സ്ഥലത്ത് വരുന്നു. ഏറെ യാദൃച്ഛികം നിറഞ്ഞ വരവാണത്. കാരണം സമരിയാക്കാർ ഒരിക്കലും ജെറുസലേമിലേക്ക് പോകാറില്ല. കാരണം ഇസ്രായേലുമായി വളരെ ശത്രുതയിലായിരുന്നു അവർ. ഗെരീസിമിൽ അവർക്ക് അവരുടേതായ ദേവാലയമുണ്ട്. അങ്ങനെ ഇസ്രായേല്യർ ഏറ്റവും വെറുത്തിരുന്നവരും അകറ്റിയിരുന്നവരുമാണ് സമരിയാക്കാർ.
കാരണം സമരിയാക്കാർ ഒരു ജാതി സങ്കരത്തിന് ഉടമകളായിരുന്നു. അതായത് അവർ യഹൂദരായിരുന്നുവെങ്കിലും വിജാതീയരുമായി വിവാഹത്തിലേർപ്പെട്ട ശുദ്ധ യഹൂദർ അല്ലായിരുന്നു. അതിനാൽ ഒരേ സമയം യഹൂദരും വിജാതീയരുമായിരുന്നു സമരിയാക്കാർ. ഇനി ഈ നല്ല സമരിയാക്കാരൻ ആരെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് യേശുവിനെയാണ്. യേശു ഒരു യഹൂദൻ എന്നതിലുപരി മറ്റൊരു സങ്കരണത്തിന് ഉടമയായിരുന്നു. ഒരേ സമയം അവൻ ദൈവവും മനുഷ്യനുമായിരുന്നു. അവന് ഭൂമിയിലേക്ക് വരേണ്ട ഒരാവശ്യകതയും ഉണ്ടായിരുന്നില്ല. എന്നാലും അവൻ വന്നു. സമരിയാക്കാരെ പോലെ തന്നെ മനുഷ്യരാൽ വെറുക്കപ്പെടുകയും മാറ്റി നിർത്തപ്പെടുകയും ചെയ്തപ്പെട്ടവനാണ് യേശു. എന്നാൽ അവൻ അർത്ഥപ്രാണനായി കിടക്കുന്ന മനുഷ്യനെ കണ്ടപ്പോൾ മനസ്സലിഞ്ഞ് അവനെ രക്ഷിക്കുന്നു. വചനം പറയുന്നു, അവനെ കണ്ട് മനസ്സലിഞ്ഞ് അടുത്തു ചെന്ന് എണ്ണയും വീഞ്ഞും ഒഴിച്ച് അവന്റെ മുറിവുകൾ വച്ചുകെട്ടി തന്റെ കഴുതയുടെ പുറത്തു കയറ്റി സത്രത്തിൽ കൊണ്ടുചെന്ന് പരിചരിച്ചുവെന്ന്. ഏറെ മനോഹരമാണത്. തന്റെ മനസ്സലിഞ്ഞ് അടുത്തു ചെന്ന് ശുശ്രൂഷിക്കുന്നു. തന്നെ തിരസ്കരിക്കുന്നവരുടെയും ദ്വേഷിക്കുന്നവരുടെയും പക്ഷക്കാരനാണെങ്കിലും രക്ഷിക്കാൻ തുനിഞ്ഞിറങ്ങുന്ന ദൈവം. ആദ്യം വന്നവർ അവരുടെ വഴിക്ക് പോയപ്പോൾ യേശു പാപിയെ മാറ്റി നിർത്തുന്നില്ല, സ്നേഹിക്കുന്നു, കൂടെ നിൽക്കുന്നു. പാപിയെയും ശുശ്രൂഷിക്കുന്നവനാണ് നമ്മുടെ ദൈവം. അവന്റെ സൗഖ്യത്തിനായി എണ്ണയും വീഞ്ഞും നൽകുന്നു. എണ്ണയും വീഞ്ഞും കൂദാശകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അതെ, സഭയുടെ കൂദാശ ജീവിതത്തിലേക്ക് തന്നെയാണ്. മാമോദീസയിൽ വിശുദ്ധ തൈലമായി എണ്ണയുണ്ട്. അതുപോലെ തന്നെ സ്ഥൈര്യലേപനത്തിലും പൗരോഹിത്യ അഭിഷേകത്തിലും അവസാനം രോഗീലേപനത്തിലും ആ തൈലമുണ്ട്. ഇനി വീഞ്ഞാകട്ടെ ദിവ്യകാരുണ്യത്തിന്റെ പ്രതീകമാണ്. വീഞ്ഞ് രൂപാന്തരപ്പെട്ടാണല്ലോ ക്രിസ്തുവിന്റെ തിരുരക്തമാകുന്നത്. അതായത് പാപത്താൽ മുറിവേറ്റവരും അപമാനിതരും അർത്ഥപ്രാണനിലുമായിരിക്കുന്ന നമ്മുടെ അടുത്തേക്ക് വരുന്ന യേശുക്രിസ്തു നമ്മുടെ മുറിവുകളിലേക്ക് തന്റെ ജീവൻ പകരുന്നു, നമ്മെ സൗഖ്യപ്പെടുത്തുന്നു. അതെ, കൂദാശകൾ സ്വീകരിക്കുമ്പോൾ സത്യത്തിൽ നമ്മൾ സൗഖ്യം നേടുകയാണ്. എന്നിട്ടോ അവൻ മനുഷ്യനെ സത്രത്തിലേക്ക് എത്തിക്കുന്നു. സത്രം മറ്റൊന്നുമല്ല, അത് സഭയാണ്. പാപത്തിൽ വീണ മനുഷ്യന് പരിചരണം ലഭിക്കുന്ന സ്ഥലമാണ് സഭ. അടുത്ത ദിവസം അവൻ സത്രം സൂക്ഷിപ്പുകാരന്റെ കയ്യിൽ 2 ദിനാറ കൊടുത്തിട്ട് പറഞ്ഞു, ഇവന്റെ കാര്യം നോക്കിക്കൊള്ളണം. കൂടുതലായി എന്തെങ്കിലും ചിലവാകുമെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം. അതെ, ക്രിസ്തുവിന്റെ മരണത്തിൽ നമ്മൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതും, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്, നിങ്ങൾ മനുഷ്യരുടെ അടിമകളായി തീരരുത്. എന്നിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, കൂടുതൽ എന്തെങ്കിലും ചിലവാകുന്നുവെങ്കിൽ തിരിച്ചു വരുമ്പോൾ വീട്ടിക്കൊള്ളാം എന്നാണ്. ആ തിരിച്ചുവരവ് അവിടുത്തെ 2ാം വരവാണ്. എത്ര മനോഹരമായിട്ടാണ് ക്രിസ്തു ഈ ഉപമയിൽ വെളിപ്പെടുന്നത്. നിത്യജീവൻ അവകാശമാക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന ചോദ്യത്തിന് യേശു നൽകുന്ന മറുപടി നീ ഒരു ക്രിസ്തുവാകുക എന്നാണ്. അതുകൊണ്ടാണ് ഉപമയ്ക്ക് അവസാനം ക്രിസ്തു പറയുന്നതും നിത്യജീവൻ അവകാശമാക്കാൻ നീയും പോയി ഇതുപോലെ ചെയ്യുക എന്ന്, മറ്റൊരു ക്രിസ്തുവാകുക എന്ന്. അർത്ഥപ്രാണനിൽ കിടക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് കൂദാശ ജീവിതം സാധ്യമാക്കുക എന്നതാണത്. പ്രിയപ്പെട്ടവരെ, ഈ ഉപമ ധ്യാനിക്കുമ്പോൾ 2 കാര്യങ്ങൾ നമ്മെ ചിന്തിപ്പിക്കുന്നു. ഒന്നാമതായി, അർത്ഥപ്രാണനിൽ കിടക്കുന്ന മനുഷ്യനിൽ നമുക്ക് നമ്മെ തന്നെ കണ്ടെത്താൻ സാധിക്കുമെന്നതാണ്. അതിനാൽ യേശു നൽകുന്ന കൂദാശ ജീവിതത്തിലൂടെ ആദ്യം നേടേണ്ടത് നമ്മുടെ സൗഖ്യമാണ്. രണ്ടാമതായി, സഭയിലെ അംഗങ്ങൾ എന്ന നിലയിൽ നമ്മൾ സത്രം സൂക്ഷിപ്പുകാർ കൂടിയാണ്. അതിനാൽ നമുക്ക് ചുറ്റും ഒന്ന് കണ്ണോടിക്കാം. അർത്ഥപ്രാണനിൽ കിടക്കുന്ന അവർക്കും ജീവൻ നൽകാൻ നമ്മളാൽ കഴിയുന്നത് നമുക്ക് ചെയ്യാം. കാരണം ചിലവാക്കുന്നത് അവൻ തിരിച്ചു വരുമ്പോൾ നൽകിക്കൊള്ളുമെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അവന്റെ സമ്പത്ത് ചിലവഴിക്കാൻ നമ്മൾ എന്തിന് മടി കാണിക്കണം? സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.